Neyarmala Road, Kattapana. Phone 89212-28651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. അടിമാലി ടൗൺ പരിസരത്ത് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്കയുയർത്തുന്നു. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നു. വിശദമായ വാർത്തയിലേക്ക്. ഭൂനിയമ ഭേദഗതിയോടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. നിയമവകുപ്പിന്റെ ഭാഗത്തുണ്ടായ ചില സംശയങ്ങൾ മാറുന്നതോടെ ഇത് ഉത്തരവായി ഇറങ്ങുമെന്നും K. സലിംകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും. LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് 28-ാം തീയതി മുഖ്യമന്ത്രി നെടുങ്കണ്ടത്തെത്തുന്നുണ്ട്. ആ വേദിയിൽ ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സലിംകുമാർ പറഞ്ഞു. എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അടക്കം ചർച്ച ചെയ്ത് ആ ചട്ടരൂപീകരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1-2 കാര്യങ്ങളിൽ നിയമവകുപ്പിന്റെ ചില അഭിപ്രായങ്ങളൂടി കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ട്. നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളിലുള്ള സംശയം അതും കൂടി ഇപ്പോൾ പരിഹരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 28-ാം തീയതി എന്തായാലും നമ്മുടെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് തന്നെ വരുന്നുണ്ട്. കൃഷിക്കാരടക്കം എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അസന്നിഗ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടിമാലി ടൗൺ പരിസരത്ത് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്കയുയർത്തുന്നു. വീടുകളുടെ സുരക്ഷാ ക്യാമറയിലാണ് രാത്രികാലത്ത് ഇടവഴിയിലൂടെ മുഖംമൂടിധാരിയായ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യം പതിഞ്ഞത്. സംഭവത്തിൽ ആശങ്ക അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. അടിമാലി ടൗൺ പരിസരത്ത് കോയിക്കക്കുടി ഭാഗത്താണ് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. വീടുകൾക്ക് സമീപത്ത് ഇടവഴിയിലൂടെ അജ്ഞാതൻ നടന്നു നീങ്ങുന്ന ദൃശ്യമാണ് പ്രദേശത്തെ ഒരു സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞത്. നിലവിൽ ഈ ഭാഗത്ത് മോഷണ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലെന്നാണ് വിവരം. വീടുകളുടെ കോമ്പൗണ്ടിനുള്ളിൽ കയറി ജനാലകളുടെ ഭാഗത്ത് ചുറ്റിത്തിരിഞ്ഞതായുള്ള പരാതിയുണ്ട്. പ്രദേശത്തെ വീടുകളിൽ ഒന്നിൽ വിരിച്ചിട്ടിരുന്ന വസ്ത്രങ്ങൾ മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയതോടെയാണ് പ്രദേശവാസികളിൽ സംശയം ജനിച്ചതും തുടർന്ന് CCTV ക്യാമറകൾ പരിശോധിച്ചതും. ഇതേ തുടർന്നാണ് അജ്ഞാതന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ ആശങ്ക അകറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടെ പോലീസും ഇക്കാര്യത്തിൽ ജാഗ്രത കടുപ്പിച്ചിട്ടുണ്ട്.
സിറ്റി വിഷൻ, അടിമാലി. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നു. കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ ജലവിനോദങ്ങൾ തേടിയാണ് സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിച്ചു. സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ചെങ്കുളം ഹൈഡൽ ടൂറിസം സെന്റർ. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങൾ തേടിയാണ് സഞ്ചാരികൾ അധികവും എത്തുന്നത്. ഇതോടെ പൊന്മുടി, മാട്ടുപ്പെട്ടി, കുണ്ടള, ചെങ്കുളം അടക്കമുള്ള ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉൾഗ്രാമ പ്രദേശത്ത് പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുളം ഹൈഡൽ ടൂറിസം സെന്റർ ഇതിനോടകം തന്നെ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. ഏറ്റവും ആകർഷണം ജലാശയത്തിലൂടെയുള്ള ജലയാത്ര തന്നെ. കത്തിനിൽക്കുന്ന വേനൽ ചൂടിൽ തണുത്ത കാറ്റേറ്റുള്ള ജലയാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളെക്കാളും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിയൽ ഗോഡ്സ് ഓൺ കൺട്രി ഈസ് ഇൻ കേരള, ഈസ് ഇൻ മൂന്നാർ. ദിസ് പ്ലേസ് ഈസ് ഓസം. ദിസ് എക്സ്പീരിയൻസ് ഈസ് അമേസിംഗ്. Okay, we have to get everyone to Kerala and you have to see that this is the real Kerala. ജലവിനോദങ്ങൾക്കായി സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ പെഡൽ ബോട്ടുകളും കയാക്കിങ്ങും ഒക്കെ എത്തിച്ചിരിക്കുകയാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. ജലവിനോദങ്ങൾ മാത്രമല്ല, അവധിക്കാലം ആസ്വാദ്യകരമാക്കാൻ ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മനോഹരമായ പാർക്കും ഇവിടെയുണ്ട്. കുട്ടികൾക്ക് ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള നിരവധി വിനോദ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ചെങ്കുളം ഇപ്പോൾ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികളാകട്ടെ ബോട്ടിംഗ് ഒക്കെ നടത്തി മണിക്കൂറുകൾ സമയം ചെലവഴിച്ചാണ് മടങ്ങുന്നതും. സിറ്റി വിഷൻ, അടിമാലി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല പരിപാടി 28-ന് നെടുങ്കണ്ടത്ത് നടക്കും. പൊതുപരിപാടിയിൽ 30,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുമെന്ന് CPM. മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഭൂവിഷയങ്ങൾ വീണ്ടും ചർച്ചയാകും. 28-ന് രാവിലെ 10 മുതൽ 12:30 വരെ നെടുങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർക്കാർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഇടുക്കി ജില്ലാതല അവലോകന യോഗം നടക്കും. തുടർന്ന് വൈകിട്ട് 4-ന് നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡിൽ പൊതുസമ്മേളനവും നടക്കും. പരിപാടികളുടെ നടത്തിപ്പിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയർമാനായും ജില്ലാ കളക്ടർ കൺവീനറായും സർക്കാർ തല സംവിധാനവും പൊതുജന പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നതിനായി MLA-മാരുടെ നേതൃത്വത്തിലും പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഇതിന്റെ സംഘാടനം 2 രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയർമാനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കൺവീനറുമായിട്ടുള്ള ഔദ്യോഗിക സംഘടനാ സംവിധാനം. ഈ പരിപാടിയെ ജനകീയമായി എത്തിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലയിലെ MLA-മാരായിട്ടുള്ള വടിയാശാന്, രാജ. യോഗത്തോടനുബന്ധിച്ച് ജില്ലയിൽ ഉയരുന്ന പ്രധാന രാഷ്ട്രീയ ചർച്ച ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ തന്നെയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരം കണ്ടെത്താനായെന്നാണ് ഇടതുപക്ഷത്തിന്റെ അവകാശവാദം. എന്നാൽ 2ാം പിണറായി സർക്കാർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ശ്രീനാരായണ വിചാര യജ്ഞത്തിന് തിരിതെളിഞ്ഞു. രാജാക്കാട് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീനാരായണ വിചാര യജ്ഞം പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം രാജാക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ NRCT SNB ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ശ്രീനാരായണ ധർമ്മവിചാര യജ്ഞത്തിന് തിരിതെളിഞ്ഞു. 3 ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞം 27-ന് സമാപിക്കും. ശിവഗിരി മഹാസമാധിയിലെ കെടാവിളക്കിൽ നിന്നും പകർന്ന് രാജാക്കാട് യൂണിയനിലെ വിവിധ ശാഖകളിലെത്തി NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ദിവ്യജ്യോതി ശിവഗിരി മഠത്തിലെ ശ്രീമദ് പ്രബോധതീർത്ഥ സ്വാമികൾ ക്ഷേത്രത്തിൽ നിന്നും വരവേൽപ്പ് ഘോഷയാത്രയോടെ യജ്ഞപന്തലിലെത്തിച്ച ശേഷം ശിവഗിരി മഠം സ്വാമിമാർ, യൂണിയൻ ശാഖാ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ധർമ്മപതാക ഉയർത്തി. തുടർന്ന് യജ്ഞദീപ പ്രതിഷ്ഠാപനം നടത്തി. പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ യജ്ഞപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
യൂണിയൻ പ്രസിഡന്റ് MP ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KS ലതീഷ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് G അജയൻ നന്ദിയും അർപ്പിച്ചു. ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണവും യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KD രമേശ് മുഖ്യപ്രഭാഷണവും നടത്തി. ശിവസ്വരൂപാനന്ദ സ്വാമികൾ, ഗുരുപ്രകാരം സ്വാമികൾ, മഹാദേവാനന്ദ സ്വാമികൾ, പ്രബോധതീർത്ഥ സ്വാമികൾ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്വാമിനി നിത്യചിന്മയി ശിവശതകം എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തി. ഗുരുപൂജ, പ്രസാദവോട്ട് എന്നിവയ്ക്ക് ശേഷം കുടുംബഭദ്രത എന്ന വിഷയത്തിൽ TR ശരത് പഠന ക്ലാസ് നടത്തി. തുടർന്ന് സർവൈശ്വര്യ പൂജയും ഗുരുദേവാരാധനയും സമർപ്പണവും നടത്തി. സിറ്റി വിഷൻ, രാജാക്കാട്. കാട്ടാനകൾ കാന്തല്ലൂരിൽ തമ്പടിക്കുന്നു. റിസോർട്ട് കോമ്പൗണ്ടിനുള്ളിൽ കയറി കൃഷികൾ നശിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ച മുതൽ കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിത്തുടങ്ങി. 8 കാട്ടാനകൾ ഒറ്റ രാത്രിയിൽ പ്രദേശത്ത് എത്തിയതായാണ് പ്രദേശത്തെ കർഷകർ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാന്തല്ലൂർ ഗുഹനാഥപുരത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. സമീപത്തെ റിസോർട്ടിലെ ജീവനക്കാർ കൃഷി ഇറക്കിയിരുന്ന ഉരുളക്കിഴങ്ങ്, ചോളം, ബീൻസ് അടക്കമുള്ളവ കാട്ടാന നശിപ്പിച്ചു. 3 കാട്ടാനകളുടെ കൂട്ടമാണ് പ്രദേശത്ത് നാശം വിതച്ചത്. കഴിഞ്ഞ വർഷവും കാട്ടാനാക്രമണത്തിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായ പ്രദേശമാണ് കാന്തല്ലൂർ ഗുഹനാഥപുരം. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് വനംവകുപ്പ് കാട്ടാനകളെ ഇവിടെ നിന്നും വനത്തിലേക്ക് തുരത്തിയത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പ്രദേശത്തേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്തി നാശം വിതയ്ക്കുകയാണ്. കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തി തമ്പടിക്കാൻ തുടങ്ങിയതോടെ വിനോദസഞ്ചാര മേഖലകൾക്കും ഇത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. കാട്ടാനകളെ കാട് കയറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കുറഞ്ഞ 4-5 മാസമായിട്ട് ആനശല്യം ഇല്ലായിരുന്നു. വീണ്ടും ആന ഇറങ്ങാൻ തുടങ്ങി. ഇന്നലെ വന്നിട്ട് പിന്നെ എൻ്റെ തൊഴുത്തിൻ്റെ അടുത്ത് കുറേ പുൽകൃഷി ചെയ്തിട്ടുണ്ട് പശുവിനെ. അത് മൊത്തം നശിച്ചു. ഞാൻ അതും കാണിക്കാം. ഗുഹനാഥപുരത്തിനൊപ്പം വനാതിർത്തിയോട് ചേർന്നുള്ള പാമ്പൻപാറ, പുതുവെട്ട്, പെരടിപ്പള്ളം, വേട്ടക്കാരൻ കോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം പെരടിപ്പള്ളത്ത് ഒരു വീടിന് സമീപവും കാട്ടാന എത്തിയിരുന്നു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതിനാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കാന്തല്ലൂരിലെ കർഷക ജനത. സിറ്റി വിഷൻ, മറയൂർ. ഇടവേള. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. Admission started. Montfort Valley School, Murikundoti. Registration for the academic year 2025-26. Classes pre-KG to 9th and +1. For more inquiries, contact the landline 04868 247 421. Mobile 9446 966 421. വീണ്ടും വാർത്തയിലേക്ക്. ഇടുക്കി ജില്ലയിൽ നിരന്തരം കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. തൊടുപുഴ ഇളന്തേശം ഇളയിടത്ത് പറമ്പിൽ ഹസൻ മകൻ അംറാസ് ഹസനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. ഇയാൾ എല്ലാ ശനിയാഴ്ചയും തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മുന്നാകെ ഹാജരായി ഒപ്പു രേഖപ്പെടുത്തണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇയാൾ തൊടുപുഴ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിന് മുൻപാകെ ഹാജരാകാതെ നിയമലംഘനം നടത്തിയതിനാൽ
കാഞ്ഞാർ പോലീസ് ഇയാൾക്കെതിരെ കാപ്പ നിയമ ലംഘനത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റായി ദീപ രാജ്കുമാർ തുടരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വെച്ച് രാജിക്കത്തിൽ ഒപ്പിടണമെന്ന നിയമം പാലിക്കാതെ വ്യാജയൊപ്പിട്ട് തന്റെ രാജിക്കത്ത് നൽകിയതാണെന്ന ദീപയുടെ വാദം കമ്മീഷൻ ശരിവെച്ചാണ് ഇപ്പോഴത്തെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. തന്റെ മുൻപിൽ വെച്ചല്ല ഒപ്പിട്ടതെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുൻപിൽ മൊഴി നൽകിയിരുന്നു. ഇക്കഴിഞ്ഞ 29-നാണ് കോൺഗ്രസ് ഭരിക്കുന്ന മൂന്നാർ പഞ്ചായത്തിലെ പ്രസിഡന്റ് ദീപ രാജ്കുമാർ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. എന്നാൽ നേതാക്കൾ പോയ ശേഷം തന്നെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം ഒപ്പിടാൻ നേതാക്കൾ നിർബന്ധിച്ചെന്നും വഴങ്ങാതെ വന്നതോടെ വ്യാജ ഒപ്പിട്ട ശേഷം ബലമായി സെക്രട്ടറിയുടെ മുൻപിലെത്തിച്ച് കത്ത് കൈമാറിയെന്നും കാണിച്ച ദീപ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ പരാതിയിലാണ് ദീപയ്ക്ക് അനുകൂലമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. തന്റെ സമ്മതത്തോടെ അല്ല രാജിക്കത്തിൽ ഒപ്പിട്ടതെന്ന വാദം ദീപ ഇന്നും ആവർത്തിച്ചു. ഞാൻ പ്രസിഡൻ്റായി 1 வருஷம் ஆகுது. அப்போ இனி இருக்கிறது கொஞ்சம் ஒரு 5-6 மாதம் தான் இருக்குது. அப்போ அதுக்குள்ளே என்ன பிரசிடண்ட்டை மாற்றணும், அப்போ நான் இருக்கிற காலத்தில் நான் இருந்துட்டு போகிறேன்னு சொல்லி நான் கேட்டேன். என்னோட ஒரு உரிமையை நான் கேட்டேன் கட்சியில். എന്നാൽ ഇക്കാര്യത്തിൽ ദീപയുടെ വാദം തെറ്റാണെന്നും തുടർ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് എന്താണെന്നുള്ളത് പരിശോധിച്ച് നിയമപരമായി നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി നേതൃത്വത്തിനോട് അറിയിച്ചിട്ടുണ്ട്. നേതൃത്വം പറയുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരു വനിതയ്ക്ക് നൽകുന്നതിന് കോൺഗ്രസ് നേതൃത്വം ദീപയുടെ രാജി ആവശ്യപ്പെട്ടത്. പ്രത്യേക കാരണമൊന്നുമില്ലാതെ ഇഷ്ടക്കാർ സ്ഥാനം നൽകാനായി തിരക്കപ്പെട്ട് ദീപയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെതിരെ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ടെന്നാണ് വിവരം. മൂന്നാർ കോൺഗ്രസിലുള്ള സംഘടനാ പ്രശ്നം പഠിക്കാൻ 3-അംഗ സമിതിയെയും DCC പ്രസിഡന്റ് നിയോഗിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കാശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതമെന്ന് പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിലും കൂട്ടക്കുരുതിയിലും പ്രതിഷേധിച്ച് രാജ്യത്താകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു സംഘപരിവാർ പ്രവർത്തകർ അടിമാലിയിലും പ്രതിഷേധത്തിന് രൂപം നൽകിയത്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. കാശ്മീരിലെ കൂട്ടക്കുരുതി അങ്ങേയറ്റ മനുഷ്യരഹിതമാണെന്ന് പ്രതിഷേധത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. ഈ അവസരത്തിൽ ഒരു കാര്യം പ്രത്യേകം ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതത്തിന്റെ അഖണ്ഡതയെ വെല്ലുവിളിക്കുന്ന ഏതൊരു പ്രവൃത്തി അത് ഏത് വിദേശ ശക്തികളുടെ കയ്യിൽ എടുത്തു നിന്നായി കഴിഞ്ഞാൽ പോലും, ഏത് മത തീവ്രവാദികളുടെ കയ്യിൽ നിന്നായി പോയി കഴിഞ്ഞാലും അതിന് തക്കതായ മറുപടി നൽകാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വം ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, തിരിച്ചടി കിട്ടിയിരിക്കും നിങ്ങൾക്ക്. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പാകിസ്ഥാൻ പതാക കത്തിച്ചു. ജില്ലാ കാര്യവാഹ് AV ബാബു, ഖണ്ഡ് സംഘചാലക് MB വിജയൻ, താലൂക്ക് കാര്യവാഹ് AP ശെൽവൻ, BMS മേഖലാ സെക്രട്ടറി സുഭാഷ്, മേഖലാ പ്രസിഡന്റ് വിനീഷ്, സേവാഭാരതി സംഘടനാ സെക്രട്ടറി രാമചന്ദ്രൻ, B മനോജ് കുമാർ, ബിജുമോൻ PK, ബിനോയ് മാമലശ്ശേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. സിറ്റി വിഷൻ, അടിമാലി.
മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഒഴിയുന്നില്ല. പകൽ വീണ്ടും പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടുപോത്തെത്തുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടുപോത്തിനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. ഇടയ്ക്കിടെ ജനവാസ മേഖലയിലേക്ക് കാട്ടുപോത്തെത്തുന്നതോടെ ആശങ്കയിലാണ് മൂന്നാർ നല്ലതണ്ണി എസ്റ്റേറ്റിലെ കുടുംബങ്ങൾ. പകൽ വീണ്ടും ഈ പ്രദേശത്ത് കാട്ടുപോത്തിറങ്ങി. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം അടിക്കടി ഉണ്ടാകുന്നത് ഈ ഭാഗത്തെ താമസക്കാരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപോത്ത് ആക്രമണത്തിന് മുതിർന്നാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെങ്കിലും പരാക്രമങ്ങൾക്ക് മുതിരാത്തതാണ് ആളുകളുടെ ആശ്വാസം. തൊഴിൽ സമയത്തോ അല്ലാതെയോ അപ്രതീക്ഷിതമായി കാട്ടുപോത്തിന്റെ മുമ്പിൽ പെടുമോ എന്ന പേടി ആളുകൾക്കുണ്ട്. രാത്രികാലത്തും ആളുകൾ ഭയപ്പാടോടെയാണ് പുറത്തിറങ്ങുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. രോഗികളായ വയോധികയെയും മകനെയും പ്രതിസന്ധിയിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. അടിമാലി വടക്കേ ശല്യാമ്പാറ സ്വദേശിനി നാച്ചിയും മകൻ ഹംസയുമാണ് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായത്. ഉടുവസ്ത്രം മാത്രമായി വീട്ടിൽ നിന്നവർക്ക് ഇറങ്ങേണ്ടി വന്നെന്നും വീട്ടിലുള്ള മറ്റൊന്നും എടുക്കാൻ പോലും അധികൃതർ സമ്മതിച്ചില്ലെന്നുമാണ് പരാതി. രോഗികളായ വയോധികയെയും മകനെയും പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു അടിമാലി വടക്കേ ശല്യാമ്പാറയിൽ കേരള ബാങ്കിന്റെ ജപ്തി നടപടി ഉണ്ടായത്. വടക്കേ ശല്യാമ്പാറ സ്വദേശിനി നാച്ചിയും മകൻ ഹംസയുമാണ് കേരള ബാങ്ക് വീട് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായത്. നാച്ചി നിത്യരോഗിയാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മകൻ ഹംസയും രോഗാവസ്ഥയിലുള്ളയാളാണ്. ഉടുവസ്ത്രം മാത്രമായി വീട്ടിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നെന്നും വീട്ടിലുള്ള മറ്റൊന്ന് എടുക്കാൻ പോലും അധികൃതർ സമ്മതിച്ചില്ലെന്നുമാണ് പരാതി. വീട്ടിലുള്ള ഒരു സാധനവും ഇട്ടേക്കണ ഡ്രസ്സിൽ പുറത്തിറക്കി നിർത്തി. അവർ സ്ഥിരമായിട്ട് രണ്ടുപേരും മരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ അവരുടെ കുറച്ച് പെൻഷൻ പൈസ കിട്ടിയതും ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ വെച്ച് പൂട്ടി. യാത്രി സാമൂഹിക വിരുദ്ധരാണോ ആരാണെന്ന് അറിയില്ല. ബാക്കിലെ ഡോർ അടിച്ചു പൊളിച്ച് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോയതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. നാച്ചിയും മകനും താമസിച്ചു വന്നിരുന്ന വീടും പുരയിടവും ഈടാക്കിയെടുത്ത വായ്പയുടെ കുടിശ്ശികയുടെ പേരിലാണ് ബാങ്കിന്റെ നടപടിയെന്നാണ് വിവരം. എന്നാൽ വായ്പയുടെ കാര്യത്തിലും ഭൂമിയുടെ ഉടമസ്ഥതയുടെ കാര്യത്തിലും ഇവർക്ക് ചില പരാതികൾ ഉണ്ട്. വീട് ജപ്തി ചെയ്ത് പൂട്ടിപ്പോയ ശേഷം വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത വീട്ടിലെ ചില സാധന സാമഗ്രികൾ അജ്ഞാതർ എടുത്തുകൊണ്ടുപോയെന്ന പരാതിയും ഇവർക്കുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അടിമാലി ടൗണിലെ ഒരു വ്യാപാരിയും കേരള ബാങ്കിന്റെ ജപ്തി നടപടി നേരിടുകയും വ്യാപാരി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയും ചെയ്തിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനിയമ ഭേദഗതിയുടെ ചട്ടരൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. അടിമാലി ടൗൺ പരിസരത്ത് ഇടവഴിയിൽ മുഖംമൂടിധാരിയുടെ സാന്നിധ്യം ആളുകളിൽ ആശങ്കയുയർത്തുന്നു. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.